വർക്കലയിൽ കൊലക്കേസ് പ്രതിയുടെ ആക്രമണത്തിൽ യുവാവിന് കുത്തേറ്റു. നടയറ സ്വദേശി മുഹമ്മദ് അസ്ലമിനാണ് കുത്തേറ്റത്. സംഭവത്തിൽ പരവൂർ സ്വദേശിയായ ബിജോയെ വർക്കല പോലീസ് കസ്റ്റഡിയിലെടുത്തു. അക്രമാസക്തമായ യുവാവിനെ നാട്ടുകാർ പിടികൂടി കെട്ടിയിടുകയും പിന്നീട് പോലീസിന് കൈമാറുകയായിരുന്നു. അഞ്ജു കൂടി ചേരുന്നു. അഞ്ജു, ഇത്തരത്തിൽ ആക്രമണത്തിന് പ്രകോപനമായ കാരണം എന്താണ്? തുടർ നടപടികൾ എങ്ങനെയാണ്? ഒരു ബാറ്ററി വാങ്ങിയതുമായി ബന്ധപ്പെട്ടൊരു തർക്കമാണ് ഇത്തരത്തിലൊരു വലിയ ഒരു കുത്തിലേക്ക് അടക്കം ഒരു പരസ്പരമുള്ള വലിയൊരു ആക്രമണത്തിലേക്ക് അടക്കം എത്തിയത്. ഈ ബിജോയി ഒരു കൊലക്കേസ് പ്രതിയാണ്. ഇയാൾ കഴിഞ്ഞ ദിവസമാണ് ഈ വർക്കലയിലുള്ള ഒരു ആക്രി കടയിൽ നിന്ന് ഒരു ബാറ്ററി വാങ്ങുന്നത്. എന്നാൽ ആ ബാറ്ററി തനിക്കത് വേണ്ട, തനിക്കത് ഇഷ്ടപ്പെട്ടില്ല, താൻ ഉദ്ദേശിച്ചതല്ല എന്ന് പറഞ്ഞ് ഇന്ന് ഇയാൾ അത് തിരിച്ചു നൽകാൻ വന്നിരുന്നു. ഈ തിരിച്ചു നൽകാൻ എത്തിയ സമയത്താണ് ഈ ബാറ്ററിയുമായി തിരിച്ചു നൽകാൻ ഈ ബിജോയ് ആക്രി കടയിൽ എത്തിയ സമയത്ത് ഇതിന്റെ തിരികെ നൽകുമ്പോൾ അതിന്റെ തുക തിരിച്ചു നൽകണമെന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ കടയുടമ തുക തിരിച്ചു നൽകുന്നുണ്ട്. അയാൾ 1500 രൂപയാണ് ബിജോയ്ക്ക് തിരികെ നൽകിയത്. പക്ഷേ ഈ തുക നൽകിയതിന് പിന്നാലെയാണ്, ഈ പൈസ തിരികെ നൽകിയതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രകോപനം ഈ ബിജോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഈ കടയുടമയെ ആക്രമിക്കാനുള്ള ഒരു ശ്രമമാണ് ബിജോയുടെ ഭാഗത്തുനിന്ന് ആദ്യം ഉണ്ടാവുന്നത്. ഇത് തടയാൻ വേണ്ടി എത്തിയതാണ് ഈ മുഹമ്മദ് അസ്ലം എന്ന് പറയുന്നത്. ഈ മുഹമ്മദ് അസ്ലം ഇത് തടയാൻ എത്തിയതിൽ ദേഷ്യം വന്നിട്ടാണ് ഈ അസ്ലമിനെ കുത്തുന്ന ഒരു രീതിയിലേക്ക് മാറി. വലിയ രീതിയിലുള്ള പരിഭ്രാന്തി ഇയാൾ ഈ ആക്രിക്കടയിൽ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ആക്രിക്കടയിൽ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരെയും ആളുകളെയെല്ലാം ഇയാൾ കുത്തി പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും എത്തിയ ഒരു സാഹചര്യത്തിലാണ് ഈ നാട്ടുകാർ ചേർന്ന് ഇയാളെ പിടികൂടുകയും കെട്ടിയിട്ടതിനു ശേഷം വർക്കല പോലീസിൽ വിവരം അറിയിച്ച് പോലീസ് വന്ന് ഇയാളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. നിലവിൽ എന്തായാലും ഇയാൾ വർക്കല പോലീസിന്റെ കസ്റ്റഡിയിലാണ്. വർക്കല പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഈ കുത്തേറ്റ മുഹമ്മദ് അസ്ലമിന്റെ നില തൃപ്തികരമാണ്. ഗുരുതരാവസ്ഥയിലൊന്നും അദ്ദേഹം എത്തിയിട്ടില്ല. പ്രധാനമായിട്ടുള്ളത് ഇയാൾ ഒരു കൊലക്കേസ് പ്രതിയാണ്, ഈ ബിജോയ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ ഉള്ള സമയത്ത് കൂടെ ഉണ്ടായിരുന്ന മുറിയിൽ താമസിച്ച ആളെ ചെടിച്ചട്ടി ഉപയോഗിച്ച് തലക്കടിച്ച് കൊന്ന കേസിലെ പ്രതിയാണ് ഈ ബിജോയ്. അത്തരത്തിൽ കൂടി ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ഈ ആക്രമണത്തിന് മുതിർന്നിരിക്കുന്നതുമാ.